പ്രഭാതത്തിനായി ഞാൻ परमेश्वर ദൈവത്തെ के സ്തുതിക്കുകയാണ്. प्रभु के अति पवित्र नाम की स्तुति हो। आशीषित सुबह के समय के लिए मैं प्रभु का धन्यवाद करता हूँ। ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ അഭിഷക്തന്മാരോടും ഈ സൂം മീറ്റിംഗിൽ ആയിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളോടും ചേർന്ന് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ കർത്താവ് എനിക്ക് അവസരമൊരുക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശുശ്രൂഷിപ്പാനും കർത്താവ് എനിക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. आज सुबह के समय में आए हुए सारे अभिषिक्त प्रभु के दासों को और हरेक हमारे वचन सुनने वाले हरेक प्रिय लोगों को मैं याद करते हुए मैं प्रभु का स्तुति और धन्यवाद करता हूँ। साथ साथ परमेश्वर ने अपने वचन में से ऐसे अवसर मुझे दिया कि वचन को मैं बांट सकूं, इसीलिए मैं प्रभु को धन्यवाद करता हूँ। ഞാൻ എന്നെ ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആലപ്പുഴ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് ദൈവസഭയുടെ ആലപ്പുഴ ടൗൺ ചർച്ചില് ശുശ്രൂഷയിലായിരിക്കുന്നു. അതോടൊപ്പം ആലപ്പുഴ സെൻട്രലിന്റെ ശുശ്രൂഷയിലും ആയിരിക്കുന്നു. കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ഈ ആലപ്പുഴ പ്രദേശത്തായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കി. मैं अपने बारे में थोड़ा परिचय देना चाहता हूँ। मैं जो हूँ केरला में चर्च ऑफ गॉड नाम के संस्था के साथ मैं सेवा करता हूँ। आलपुरा नाम के जो जिला है वहाँ पर शहर में ही मेरे कलीसिया है। साथ साथ मैं और भी कुछ कार्यों में मैं अपना योगदान देता हूँ। प्रभु अब तक मुझे ऐसे अपने कार्य में चला रहा है। പ്രൈസ് ദി ലോർഡ്. പ്രിയ സിനി സിസ്റ്റർ നമ്മുടെ ഈ ടൗൺ ചർച്ചിലാണ് ആരാധനയ്ക്കായി കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയുവാനും വാത്സല്യ ദൈവദാസനുമായി സംസാരിക്കുവാനും ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ദൈവനെ സൂക്ഷിക്കായിട്ട് പ്രകാരം അവസരമൊരുക്കിയ ദൈവദാസനെ, അതോടൊപ്പം ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ കർത്താവിന്റെ അഭിഷക്തന്മാർക്കും എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും ഒരിക്കൽ കൂടെ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. हमारे बीच में जो शामिल होती हैं शिनी सिस्टर, उनकी चर्च का मैं पासबान हूँ। पिछले दिनों में पासबान से बात करने के लिए और ऐसा एक अवसर मिलने के लिए प्रभु ने अवसर दिया। आज उपस्थित सभी लोग जो आज हमारे वचनों को सुन रहे हैं, उन सभी को एक और बार यीशु मसीह के नाम से मसीह सलाम को देता हूँ। പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവവചന ചിന്തയ്ക്കായിട്ട് അല്പസമയം വേർതിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് ആ വേദഭാഗത്തിൽ കാണുവാനിടയായിത്തീരുന്നു. आज सुबह के समय में हम थोड़ा समय वचन के मनन के लिए हम अपने ध्यान को केंद्रित करेंगे। उसी के आधारित रोमियो की पत्री 16 अध्याय उसके 13 वचन को हम पढ़ेंगे। ആ വേദഭാഗത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുവാനിടയായിത്തീരുന്നത്: കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീനെന്ന് വളരെ വ്യക്തമായി ആ തിരുവചനത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. उस वचन में इस प्रकार पढ़ा जाता है कि रूफुस को जो प्रभु में चुना हुआ है और उसकी माता को जो मेरी भी माता है, दोनों को नमस्कार। നമുക്കിവിടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനിടയായിത്തീരുന്നത് കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. എന്നാൽ ഈ രൂഫോസ് എങ്ങനെയാണ് കർത്താവിൽ പ്രസിദ്ധനായി മാറിയത് എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൽ പ്രസിദ്ധനായി മാറുവാൻ കാരണം എന്താണ് എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. यहाँ पर हमने पढ़ा कि यहाँ पर प्रभु का वचन में इस प्रकार लिखता है कि रूफुस जो प्रभु में चुना हुआ है। तो प्रभु का वचन जब हम पढ़ते हैं तो ये बात बड़े स्पष्ट रीति से बताया जाता है कि रूफुस किस प्रकार से परमेश्वर का चुना हुआ बन गया या प्रसिद्ध बन गया। ഈ രൂഫോസ് കർത്താവിൽ പ്രസിദ്ധനാകുവാനുള്ള കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ എടുത്തു പഠിച്ചാൽ രൂഫോസിന്റെ പിതാവിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനിടയായിത്തീരുന്നത് രൂഫോസ് കർത്താവിൽ പ്രസിദ്ധനാകുവാൻ കാരണം രൂഫോസിന്റെ പിതാവ്
കുറേനക്കാരനായ ശീമോനാണ് എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. रूफुस के बारे में या रूफुस किस प्रकार से मसीह में चुना हुआ है, इसके विषय में जब हम पढ़ते हैं तो बड़े स्पष्ट रीति से वचन ये बात को बताता है कि रूफुस जो था या रूफुस का पिता जो था वो यीशु मसीह के समय में किस प्रकार से वो कार्यों को किया और किस प्रकार वो मसीह के द्वारा चुना हुआ बन गया या प्रसिद्ध बन गया, उसके विषय में वचन बड़ा स्पष्ट कार्यों को देता है। കുറേനക്കാരനായ ശീമോൻ വയലിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഭവനത്തിലേക്ക് ഭക്ഷണം കഴിക്കുവാൻ പോകുന്നതായ വഴിയിൽ ഒരു പച്ച പൈൻമര കുരിശും ചുമന്നുകൊണ്ട് യേശുനാഥൻ തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതേ നടന്നു നീങ്ങുന്നതായി നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. ये रूफुस का पिता जो है, जिसे कुरैनी शिमोन कहा जाता है, एक दिन जब अपने कामकाज को खत्म करके जब दोपहर के समय अपने घर लौट रहा था, उस समय में उसने यीशु मसीह को उस लकड़ी को या उस क्रूस को अपने ऊपर लादते हुए उस गोलगोता नाम का उस स्थान में जाते हुए देखा। और वहां पर ये रूफुस का विषय को हम वचन में पढ़ पाते हैं, या क्या उसने यीशु मसीह के लिए किया उसके बारे में हम देख पाते हैं। ഈ പച്ച പൈൻ മരക്കുരിശും ചുമന്നുകൊണ്ട് യേശുനാഥൻ മുൻപോട്ട് പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയാത്ത നിലയിൽ യേശുനാഥൻ ഈ ക്രൂശുമായി വളരെ ക്ഷീണിച്ച് തളർന്ന് കിടക്കുന്ന ആ ഒരു കാഴ്ച കുറേനക്കാരനായ ശീമോൻ വളരെ വ്യക്തമായി കാണുവാൻ ഇടയായിത്തീർന്നു. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ആ ശീമോൻ ആ വളരെ വേദനയോടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നതായി നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. और वचन में हम जब पढ़ते हैं तो ये बात को हम देख पाते हैं कि यीशु मसीह जब उस क्रूस को उठाकर उस स्थान की ओर जा रहा था जहां पर उसे क्रूसित किया जाना है, एक भी कदम वो आगे नहीं बढ़ पा रहे थे। ऐसे एक परिस्थिति में एक कुरेनी शिमोन जो था वहां पर उपस्थित था और बड़े दुख के साथ, वेदना के साथ यीशु की इस दशा को देखकर वहां पर वो खड़ा था। കുറേനക്കാരനായ ശീമോനും യേശുവും തമ്മിൽ അതെ കണ്ടുമുട്ടി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ദൈവത്തിന്റെ വചനം നമ്മൾ എടുത്തു പഠിച്ചാൽ 4 ആത്മീയ അർത്ഥങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് അവിടെ കാണുവാനിടയായിത്തീരുന്നു. तो यहाँ पर हम देखते हैं कि एक कुरेनी शिमोन जो है और यीशु मसीह जो है आपस में उस समय वे मुलाकात करते हैं, एक उनके बीच में एक मुठभेड़ होता है। और वहाँ प्रभु का वचन को हम लेकर पढ़ते हैं तो वहां पर बहुत स्पष्ट रीति से 4 बातों को उसमें से जो आत्मिक बातें हैं हम सीख पाएंगे। ഒന്നാമതായി ദൈവത്തിന്റെ വചനം നമ്മൾ എടുത്തു പഠിച്ചാൽ നമുക്ക് അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ അതെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് ക്രൂശിന്റെ ചുവട് എന്ന് നമുക്ക് തിരുവചനം എടുത്തു പഠിച്ചാൽ നമുക്ക് അവിടെ കാണുവാനിടയായിത്തീരുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ അതെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് യേശുവിന്റെ ക്രൂശിന്റെ ചുവട്. एक बात, पहली बात, हम यदि वचन लेकर पढ़ेंगे तो ये बात को हम बहुत स्पष्ट रीति से जान पाएंगे कि मनुष्य और परमेश्वर का एक मुलाकात का स्थान है वो क्रूस का वो स्थान या क्रूस का वो जगह जहां पर मनुष्य और वो परमेश्वर एक साथ संबंध में आता है। ഭാവിയും രക്ഷകനും തമ്മിൽ അതെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് യേശുവിന്റെ ക്രൂശിന്റെ ചുവട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. കാരണം ശിമോൻ പറയുന്നു, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ രക്ഷകനായ അവയെ ക്രിസ്തുവാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതെ ശിമോൻ വളരെ വേദനയോടെ യേശുവിന്റെ ക്രൂശിന്റെ അരികിൽ നിൽക്കുവാനിടയായിത്തീരുന്നു. ഭാവിയും രക്ഷകനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് യേശുവിന്റെ ക്രൂശിന്റെ ചുവടാണ്. और यीशु मसीह के उस क्रूस का जो स्थान यदि हम उसको स्पष्ट रीति से बोले तो एक पापी और एक उद्धारकर्ता का मिलने का स्थान है वो। वहां पर शिमोन कुरेनी जो है यीशु मसीह को देखकर कहता है कि मैं एक पापी मनुष्य हूं, और यीशु मसीह के सामने बड़े दुख के साथ वो खड़े रहते हुए एक परिस्थिति को हम देख पाते हैं। ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഇരുവർഗങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്
യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നടന്നത് എന്ന് നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നു. കാരണം യേശു യഹൂദനാണ്. എന്നാൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത് കുറേനക്കാരനായ ശീമോൻ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വന്നു നിൽക്കുകയാണ്. തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇരു വർഗങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലാണ്. यहाँ पर प्रभु का वचन यदि स्पष्ट रीति से पढ़े तो हम ये बात को जान सकते हैं कि दो जाति या दो वर्ग के लोग एक साथ मिलने का एक स्थान है वो क्रूस का स्थान, क्योंकि यीशु मसीह के बारे में हम जानते हैं कि वो एक यहूदी था, परंतु ये कुरेनी जो शिमोन है ये बड़े दुख के साथ यीशु के पास आकर खड़े रहते हैं। तो क्रूस वो जगह है जहां पर जातियों का इकट्ठा होना या सम्मेलन होने का एक जगह है। യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ യാതൊരു വ്യത്യാസവുമില്ല. യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും ഒരുപോലെയാണെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് വിലയ്ക്ക് വാങ്ങി എന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ എല്ലാവരും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല എന്ന് വളരെ വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കും. तो बड़े स्पष्ट रीति से परमेश्वर का वचन हमें ये बात को सिखाता है कि यीशु मसीह के क्रूस के सामने जो है सब जातियों का इकट्ठे होने का स्थान है। और इसी प्रकार से हम जब प्रकाशित वाक्य को जब हम ध्यान देते हैं तो वहां पर इस प्रकार से वचन लिखा गया है कि हे मेमना, तू हमारे लिए वध किया गया और सारी जाति सारे गोत्र तेरे नाम से इकट्ठे होंगे। तो ऐसा प्रभु का वचन हमें सिखाता है कि यीशु मसीह के क्रूस के सामने सभी जाति सभी गोत्र सभी वर्ग के लोग इकट्ठे होने का एक जगह है। നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ അതെ തലമുറകൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ആ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് വളരെ വ്യക്തമായി നടക്കുവാനിടയായിത്തീർന്നു. കാരണം ശിമോനെ ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് യേശുനാഥൻ കണ്ടപ്പോൾ തന്നെ നമുക്കവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ഒരു രൂഫോസിനെയും അതെ അലക്സാണ്ടറിനെയും ആ പ്രിയ മാതാവിനെയും സർവശക്തനായ ദൈവം കണ്ടു. അതുകൊണ്ട് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. यहाँ पर प्रभु का वचन में ये बात को बहुत स्पष्ट बताता है कि यीशु मसीह के उस क्रूस के सामने एक आमीन सभी लोगों को मेल करने का एक जगह ही नहीं, परंतु सब लोगों का आमीन जीवन को भी प्रसिद्ध करने का चुने हुए जाने का एक स्थान है। क्योंकि यीशु मसीह के इस क्रूस के सामने जो कुरैनी शिमोन था, उसी समय पर उसकी आमीन पीढ़ी को भी परमेश्वर ने प्रभु के कार्यों के लिए चुन लिया। इसलिए हम इस वचन में हम पढ़ पाते हैं कि यीशु मसीह में चुना हुआ रूफुस, उसके भाई अलेक्जेंडर और उसका माता के बारे में भी वचन हमें बताता है। പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ മാത്രമല്ല കാണുന്നത്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ അതെ നമ്മുടെ തലമുറയെയും കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അതെ വഴികളെ തുറന്ന് അവരെ പ്രസിദ്ധന്മാരാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്ന് ദൈവത്തിന്റെ തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കും. और प्रभु का वचन में हम जब ध्यान से पढ़ते हैं तो ये बात को हम समझ पाते हैं कि केवल हम जब प्रभु के पास आते हैं तो केवल हम हमें ही नहीं, परंतु परमेश्वर हमारी पीढ़ी को भी ध्यान देने वाला परमेश्वर है और हमारे पीढ़ी के विषय में भी सूधी लेने वाला परमेश्वर है। ये प्रभु का वचन हमें सिखाता है। യേശുവിന്റെ ക്രൂശിന്റെ അരികിൽ നിന്നതായ ശിമോനെ അധികാരികളുടെ നിർബന്ധ പ്രകാരം യേശുവിന്റെ തോളിൽ ആയിരുന്ന ആ പച്ച പൈൻമര കുരിശ് ശിമോന്റെ തോളിലേക്ക് എടുത്തു വയ്ക്കുവാനിടയായി. ശിമോൻ തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് യേശുവിന്റെ ക്രൂശും ചുമന്നുകൊണ്ട് ശിമോൻ നടന്നു നീങ്ങുകയാണ്.
यीशु मसीह के पास बड़े दुख के साथ खड़े हुए जो शमौन कुरेनी जो था, वो यीशु मसीह की हालत को, आमीन, जब वो एक भी कदम आगे नहीं बढ़ पा रहे थे, तब वहां पे रोमी जो सैनिकों ने शिमोन कुरेनी को बुलाकर उसके ऊपर ये क्रूस को लाद दिया, और ये यीशु के साथ चलते हुए वो खोपड़ी का स्थान जो गुलगुता कहलाया जाता है वहां तक ले जाने में उसने मदद किया। ഷിമോൻ ഈ ക്രൂശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ റോമൻ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് അതെ ഒരു കുറ്റവാളിയാണ് ആ ക്രൂശ് ചുമന്നുകൊണ്ട് പോകേണ്ടത്. പക്ഷേ ഷിമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം വയലിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിന്റെ ക്രൂശ് അധികാരികൾ നിർബന്ധിച്ച് ഷിമോനെ കൊണ്ട് ചുമപ്പിച്ചു. ഷിമോൻ ആ ക്രൂശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആ ദേശത്തുള്ള സകലരും ഷിമോൻ ഒരു കുറ്റവാളിയാണ് എന്ന് വളരെ വ്യക്തമായി കണ്ടിട്ടാണ് അങ്ങനെയാണ് ഷിമോനെ നോക്കിയത്. और यीशु मसीह के क्रूस को जब अपने ऊपर लाद कर जाते समय में रोमी शासन के अनुसार एक अपराधी होता है जो इस प्रकार से क्रूस को अपने ऊपर डालकर चलते हैं। तो यहाँ शमौन के विषय में हम पढ़ेंगे तो ये बिल्कुल भी किसी प्रकार के अपराध को नहीं किया था। वे अपने काम काज को कर कर भोजन के अवकाश के लिए वे अपने घर जाने के समय ऐसी घटना उसके साथ हो रहा है। लेकिन जब शमौन इस प्रकार से क्रूस अपने ऊपर लेकर जाते हैं तो उस समय सारे लोग इस प्रकार से देखते हैं कि इसी ने किसी प्रकार के अपराध को किया है, इसलिए क्रूस लेकर जा रहा है। ഒരു തെറ്റും ചെയ്യാതെ ക്രൂശും ചുമന്നുകൊണ്ട് ഷിമോൻ മുൻപോട്ട് പോകുമ്പോൾ കരുണയുള്ള നല്ല കർത്താവ് ഷിമോനെ നോക്കി. ഷിമോനെ മാത്രമല്ല കണ്ടത്. കാരണം കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെ, ആ അലക്സാണ്ടറിനെ, ആ പ്രിയ മാതാവിനെ വളരെ വ്യക്തമായി അതെ കരുണയുള്ള നല്ല കർത്താവ് കാണുവാൻ ഇടയായി തീർന്നു. ഷിമോൻ ആ ക്രൂശും ചുമന്നുകൊണ്ട് തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്ത് ആ ക്രൂശ് കൊണ്ട് ഏൽപ്പിച്ചതിന് ശേഷം ഷിമോൻ അതിവേഗത്തിൽ തന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. यहाँ पर यीशु मसीह के इस क्रूस को उठाकर जाने वाला शमौन को देखकर हमारे प्रभु यीशु मसीह ने केवल उसी को नहीं देखा, परंतु उसी के पीढ़ी जो उसके बेटा है और आमीन उनकी माता जो है, इन सबको यीशु मसीह ने उसी समय ध्यान रखा था, क्योंकि यीशु के लिए जो उतना सहायता उसने किया है तो उसी के प्रतिफल में यीशु उनके जीवन में, उनके परिवार में भी अपना बड़ा कार्य को प्रकट किया। ഷിമോൻ യേശുവിന്റെ പച്ച പൈൻമര കുരിശ് ചുമക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തുണ്ടായിരുന്ന രക്തം എല്ലാം ഷിമോന്റെ വസ്ത്രത്തിൽ ഉരുളുവാനിടയായി തീർന്നു. ഷിമോൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശുവിന്റെ രക്തം ഷിമോന്റെ ശരീരത്ത് പുരണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി അതെ ഷിമോന്റെ ഭാര്യ സഹോദരിയും ആ മക്കളും അരികിലേക്ക് വന്നു. അതെ രക്തം പുരണ്ട വസ്ത്രം കണ്ടിട്ട് അതെ ഷീമോന്റെ അരികിലേക്ക് വന്നിട്ട് ആ ഭാര്യ സഹോദരിയും മക്കളും അതെ ഷീമോന്റെ ആ വസ്ത്രം പുരണ്ട ആ രക്തത്തിൽ അതെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, അതെ ഇതെന്താണ് സംഭവിച്ചത് എന്ന് അതെ അവർ ചോദിക്കുവാനിടയായി തീർന്നു. और शमौन जब इस प्रकार से यीशु मसीह के इस क्रूस को लाद कर जब वो जा रहे थे, तो वहां उस क्रूस के ऊपर या उस लकड़ी के ऊपर लगे हुए जो भी यीशु की लहू है उसी के वस्त्र में लगा है। और इस लहू लगा हुआ वस्त्र को लेकर जब वो अपने घर जा रहे हैं, घर जाने के पश्चात उसकी पत्नी और उसके बच्चों ने इस वस्त्र को देखा होगा और बाद में वे सवाल किए होंगे कि आपके वस्त्र में इस प्रकार लहू आने का कारण क्या है। യേശുവിന്റെ രക്തം കൊണ്ട് അതെ കഴുകൽ പ്രാപിച്ച ആ ഒരു ഭവനം, യേശുവിന്റെ ആ രക്തം ആ ഭവനത്തിൽ ഓരോ വ്യക്തിയുടെ മേലും ഉരുളുവാൻ ഇടയായി തീർന്നു. സാക്ഷാൽ ആ ഭവനം ആ ദിവസം മുതൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ആ തലമുറകളെല്ലാം കർത്താവിൽ പ്രസിദ്ധരായി മാറി. ആ മാതാവിനെ കുറിച്ച് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതി വെക്കുവാൻ കാരണമെന്ന് പറയുന്നത് അതെ പിതാവ് അതെ യേശുവിന്റെ ക്രൂശ് ചുമന്നത് കൊണ്ട് മാത്രമായി.
और यहाँ हम वचन में पढ़ पाएंगे कि यीशु मसीह के इस क्रूस को उठाया हुआ ये शमौन जो है, या यीशु मसीह के लहू, आमीन, जो उसके वस्त्र में लगे थे, उसी के खातिर वे अपने जीवन को परमेश्वर के लहू से, आमीन, धो लिए गए। वो ना तो वो अकेला ही था, परंतु पूरे परिवार उस यीशु के लहू के द्वारा छुड़ाए गए। और इतना ही नहीं, उसी के लहू से वे अपने आप में नहीं, परंतु उसके सारे घराना यीशु मसीह में प्रसिद्ध होने के लिए, चुने हुए जाने के लिए एक कारण बन गया। കുറേനക്കാരനായ ശീമോൻ ആ യേശുവിന്റെ ക്രൂശ് ചുമന്നത് കൊണ്ട് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത് തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ഒരു ദൈവത്തിന്റെ പൈതൽ അതേ കട്ടം സഹിച്ച ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ഒരു ചെറുവിരൽ നമുക്ക് ഒന്ന് അനക്കുവാൻ കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം സർവശക്തനായ ദൈവം നമുക്ക് തരാതെ പോകുകയില്ലെന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. और कुरैनी शिमोन यीशु मसीह के लिए वो क्रूस उठाने के खातिर उसकी सारी घराने को परमेश्वर ने आशीषित किया। तो ये बात को हमें याद रखना जरूरी है कि हम यीशु मसीह के लिए एक छोटी सी छोटी कार्य भी हम करने के लिए तैयार होते हैं, तो परमेश्वर हमें अपनी आशीषों को दिए बगैर हमें वे नहीं छोड़ता। പഴയ നിയമം നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്ന പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ എടുത്തു പഠിച്ചാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വേർതിരിച്ച് അവർ മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്യുകയായിരുന്നു. और पुराने नियम में निर्गमन की पुस्तक उसके 17वें अध्याय उसके 8वें आयत को हम लेकर पढ़ेंगे, तो वहां पर बड़े स्पष्ट रीति से बताया जाता है कि इस्राएली लोग जो है मिस्र की अधीनता से छुटकर, आमीन, वे बाहर निकलने के समय पर आ पहुंचे थे। എന്നാൽ അമാലേക്യർ കടന്നു വന്നിട്ട് ഇസ്രായേൽ മക്കളെ ഉപദ്രവിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നത് ഈ ഇസ്രായേൽ ജനത്തെ അവർ ഉപദ്രവിക്കുമ്പോൾ സർവശക്തനായ ദൈവം അതേ മോശയോട് പറഞ്ഞു, മോശേ, നീ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുക, നിന്റെ കരം രണ്ടും ഉയർത്തിപ്പിടിച്ച് പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുവാൻ അതേ മോശയോട് സർവശക്തനായ ദൈവം പറയുവാനിടയായിത്തീർന്നു. और जब मिस्र की गुलामी में से इजरायली लोग बाहर निकलकर यात्रा कर रहे थे, उस समय बीच रास्ते में अमालेकी आकर इजरायली लोगों से लड़ने लगे, तो परमेश्वर ने मूसा से इस प्रकार से कहा कि मूसा, तू उस पर्वत की चोटी पर चढ़ जा और अपने हाथों को उठाए रखने की कोशिश करना। മോശ പർവ്വതത്തിന്റെ മുകളിൽ ഈ രണ്ട് കരവും ഉയർത്തി നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം യോശുവയോട് പറഞ്ഞു, അതേ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ യോശുവയോട് വളരെ വ്യക്തമായി പറയുവാനിടയായിത്തീർന്നു. താഴ്വരയിൽ മോശ യുദ്ധം ചെയ്യുമ്പോൾ, താഴ്വരയിൽ യോശുവ യുദ്ധം ചെയ്യുമ്പോൾ അതെ മോശ രണ്ട് കരവും ഉയർത്തിപ്പിടിച്ച് പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. तो यहाँ पर हम इस प्रकार से दृश्य को देखते हैं कि मूसा जब पर्वत के ऊपर अपने दोनों हाथों को उठाकर जब खड़ा रहता है और परमेश्वर यहोशू से कहता है कि तू तराई में जाकर युद्ध करना है, तो जब यहोशू युद्ध में लगे हुए हैं, मूसा चोटी पर चढ़कर अपने हाथों को उठाए रखे हैं। മോശയുടെ രണ്ട് കരവും ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കരം താഴുമ്പോൾ അമാലേക്ക് ജയിക്കുവാനിടയായിത്തീരും. എന്നാൽ അതെ മോശ രണ്ട് കരവും ഉയർത്തിപ്പിടിച്ച് പർവ്വതത്തിന് മുകളിൽ നിൽക്കുമ്പോൾ മോശയുടെ കരങ്ങൾക്ക് ഭാരം തോന്നി. മോശയുടെ കരം താഴേക്ക് താഴുന്നത് താഴ്വരയിൽ നിന്ന് അഹരോനും കൂരും അത് വളരെ വ്യക്തമായി കാണുവാനിടയായിത്തീർന്നു. तो हम वचन में देखते हैं कि जैसे जैसे मूसा के हाथ ऊपर रहती थी, वैसे इजरायली जय पाते जा रहे थे, परंतु जब भी मूसा का हाथ नीचे गिर जाता तो इजरायली तराई में पराजित हो रहे थे। और काफी समय के पश्चात जब मूसा बिल्कुल अपने हाथों को ऊंचा नहीं कर पा रहे थे, तो तराई में रहकर आरोन और हूर इस दृश्य को देख पाया कि मूसा बिल्कुल भी अपने हाथ ऊपर कर नहीं पा रहे हैं।
മോശയുടെ കരം താഴുന്നത് കണ്ട് താഴ്വരയിൽ നിന്ന് അഹരോനും ഹൂരും ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറുവാനിടയായി തീർന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയും അവർ ഇരുവരും മോശയുടെ കരം താങ്ങി പിടിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുവാനിടയായി തീർന്നു. और मूसा के हाथ नीचे जाते हुए देखने वाले दृश्य को देखकर हारून और हूर जो है वे तुरंत दौड़कर उस चोटी पर चढ़ जाता है और सूर्य अस्त होने के समय तक वे मूसा के हाथ को ऊंचा रखने के लिए वे मदद करते रहते हैं। താഴ്വരയിൽ ലക്ഷക്കണക്കിന് ജനമുണ്ടായിരുന്നു. അവരാരും കണ്ടില്ല മോശയുടെ കരം താഴുന്നത്. പക്ഷേ അഹരോനും ഹൂരും അത് വളരെ വ്യക്തമായി കണ്ടിട്ട് അതിവേഗത്തിൽ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറി. और तराई में लाखों लोग युद्ध में शामिल थे, परंतु उनमें से किसी ने नहीं देखा कि मूसा का जो हाथ नीचे जा रहा है, लेकिन आरोन हूर ही था जिन्होंने ये बात को देखा और तुरंत उसी के प्रति प्रतिक्रिया करते हुए वे चोटी पर पहुंचकर उसके हाथ को ऊपर रखने के लिए मदद करता है। നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത് യോശുവ താഴ്വരയിൽ അമാലേക്കുമായിട്ട് യുദ്ധം ചെയ്യുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. और प्रभु का वचन में बड़े स्पष्ट रीति से बात को हम पढ़ पाते हैं कि यहोशू अपने साथियों के साथ अमालिकियों से उस तराई में युद्ध करने में प्रभु ने उसे मदद किया। നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴൂടെ കാണുവാൻ കഴിയുന്നത് ഈ യോശുവയെ താഴ്വരയിൽ നിർത്തി യുദ്ധം ചെയ്യിച്ചതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത് യോശുവ എന്ന യൗവനക്കാരൻ കൂടാരം വിട്ടുപിരിയാതെ കൂടാരത്തിന്റെ ഉള്ളറയിലിരുന്ന് അവയെ പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവം കണ്ടു. और वचन जब हम पढ़ेंगे तो ये बात को हम स्पष्ट रीति से जान पाएंगे कि किस प्रकार से परमेश्वर ने यहोशू को युद्ध करने के लिए क्यों ऐसे अवसर दिया या क्यों प्रेरणा दिया। वचन हम जब पढ़ते हैं तो मूसा के साथ साथ यहोशू का जीवन भी वो परमेश्वर के तंबू में वास करने वाला, परमेश्वर के साथ निरंतर संबंध रखने वाला एक अनुभव में वो रहा करता था। കൂടാരത്തിന്റെ ഉള്ളറയിൽ യൗവനക്കാരനായ യോശുവ മുഴങ്കാൽ മടക്കി വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവം കണ്ടിട്ടാണ് താഴ്വരയിൽ അമാലേക്കിന്റെ നടുവിലേക്ക് യുദ്ധത്തിന് വേണ്ടി യോശുവയെ അയച്ചത്. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജയിക്കുവാൻ കഴിയൂ എന്ന് സർവശക്തനായ ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു. और हमेशा मूसा के साथ यहोशू उस तंबू में रहकर परमेश्वर के साथ समय बिताता था, प्रार्थना में वे निरंतर आमीन अपने जीवन को रखते थे। और ये बात बड़े स्पष्ट रीति से बताया जाता है कि जो व्यक्ति परमेश्वर के साथ प्रार्थना में समय बिताता है वही शत्रुओं से लड़कर जय भी प्राप्त कर पाएंगे। മോശ പർവ്വതത്തിന്റെ മുകളിൽ സർവശക്തനായ ദൈവം രണ്ട് കരവും ഉയർത്തിപ്പിടിച്ച് പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുവാൻ മോശയോട് പറഞ്ഞതിന്റെ കാരണമെന്ന് പറയുന്നത് കൂടാരത്തിന്റെ ഉള്ളറയിൽ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശ ദൈവത്തോട് സംസാരിക്കുകയാണ്. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് എപ്പോഴും സംസാരിക്കുന്ന ആ മോശയോടാണ് സർവശക്തനായ ദൈവം പറഞ്ഞത് പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി രണ്ട് കരവും ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു. और मूसा को आमीन परमेश्वर ने जब इस प्रकार से कहा कि तू पर्वत के ऊपर जाकर दोनों हाथों को उठाए रखना तब मैं तुझे विजयी दूंगा, तो इसका करने का कारण इसलिए था क्योंकि मूसा जैसे एक मित्र से बात करता है वैसे सर्वशक्तिमान परमेश्वर से वो बातें किया करता था। और इसी के परिणाम स्वरूप हम देखते हैं कि परमेश्वर ने मूसा से कहता है कि तू उस पर्वत के चोटी पर जा और इस प्रकार से कार्यों को कर। ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ച മോശ പർവ്വതത്തിന്റെ മുകളിൽ കരം ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയും കൂടാരം വിട്ടുപിരിയാതെ കൂടാരത്തിന്റെ ഉള്ളറയിൽ പ്രാർത്ഥനയോടെ ആയിരുന്ന യോശുവയെ താഴ്വരയിൽ നിർത്തി സർവശക്തനായ ദൈവം ഇസ്രായേലിന് വലിയ ഒരു വിജയം നൽകി കൊടുക്കുവാനിടയായി.
और जिस प्रकार से परमेश्वर के साथ एक मित्रता के रूप में बात किया, वो मूसा को परमेश्वर उस पर्वत की चोटी पर जाकर खड़ा रहने की आज्ञा देता है, वैसे ही यहोशू जो परमेश्वर के साथ निरंतर समय बिताते थे, प्रार्थना के अनुभव में रहने वाला व्यक्ति था, और उसी को परमेश्वर कहता है कि तराई में जाकर मेरे लिए युद्ध को करे। സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയും മോശയുടെ കരം താങ്ങിപ്പിടിച്ച അഹരോനെയും ഹൂരിനെയും നമ്മൾ എടുത്തു പഠിച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത് സ്വർഗത്തിലെ ദൈവം അവര് മറന്നുപോയില്ല. കാരണം അതെ, താഴ്വരയിൽ നിന്ന് മോശയുടെ കരം താഴുന്നു എന്ന് കണ്ടപ്പോൾ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറിയിട്ട് മോശയുടെ കരം താങ്ങിപ്പിടിച്ച ഈ അഹരോനെയും ഹൂരിനെയും സർവശക്തനായ ദൈവം മറന്നില്ല. और इस प्रकार से हम जानते हैं कि मूसा के हाथों को थामे रखने वाले हारून और हूर को परमेश्वर कभी भूलता नहीं है। जिस प्रकार उन्होंने मूसा को हाथों को ऊपर रखने के लिए मदद किया, उन परमेश्वर ने उन लोगों को, ना उनके परिवारों को, आमीन, कभी उनके इस कार्य के लिए भूला नहीं। അഹരോനോടും ഹൂരിനോടും നമുക്കൊന്ന് ചോദിക്കാം, മോശയുടെ കരം താങ്ങിപ്പിടിച്ച് അതെ പർവ്വതത്തിന്റെ മുകളിൽ നിന്നതുകൊണ്ട് അനുഗ്രഹമോ നന്മയോ വിടുതലോ ലഭിച്ചോ എന്ന് ചോദിച്ചാൽ അതെ അഹരോനും ഹൂരും വളരെ വ്യക്തമായിട്ട് അതെ പറയും. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത്, ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഹൂരിയുടെ മകൻ ബെസലേലിനെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. और यदि हम हारून और हूर से यदि पूछे कि तुमने इस प्रकार से जो परमेश्वर के लिए कार्यों को किया, क्या परमेश्वर ने तुम्हें किसी प्रकार से सम्मानित या मानित किया है, तो वहां प्रभु का वचन में निर्गमन के पुस्तक 31वें अध्याय उसके पहली आयत को यदि आप पढ़े तो प्रभु का वचन वहां पे बताता है कि सुन, मैं ऊरी के पुत्र बेजलेल को, जो हूर का पोता है, उसे मैंने चुन लिया है। നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ ഇടയായിത്തീരുന്നത് അതെ ഇവിടെ ഇതാ മോശയുടെ കരം താങ്ങി പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ പോലും സർവശക്തനായ ദൈവം തന്റെ തലമുറയെ കണ്ടു. കുറേനക്കാരനായ ശീമോൻ ക്രൂശി ചുമന്നപ്പോൾ അതെ തലമുറയെ കണ്ടതുപോലെ തന്നെ ഇവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശയുടെ കരം താങ്ങി പിടിച്ചുകൊണ്ട് നിന്ന ആ സമയത്ത് ആ തലമുറയെയും കൂടെ സ്വർഗത്തിലെ ദൈവം കണ്ടു. और यहाँ हम वचन पढ़ते हैं तो ये बात को समझ पाते हैं कि मूसा के हाथों को थामे रखने के लिए मदद किया हुआ ऊर के पुत्रों को या उनके पीढ़ियों को भी परमेश्वर देखता है। जिस प्रकार हमने नए नियम में पढ़े हैं कि कुरेनी शिमोन ने जब परमेश्वर के क्रूस उठाकर आगे चला तो उसकी पीढ़ी को परमेश्वर ने सूदी लिया, उसकी पीढ़ी को परमेश्वर ने देखा। കർത്താവിന്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ദൈവദാസന്മാർ അവർ ദേശത്ത് കടന്നു വരുമ്പോൾ അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത് ആ ദേശത്തെ വേല വളർത്തിയെടുക്കുവാൻ വേണ്ടി അതിന്റെ പിന്നിൽ വളരെ കഠിനധ്വാനം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളെ ഒരിക്കലും സർവശക്തനായ ദൈവം മറക്കത്തില്ല. കാരണം അവരുടെ തലമുറകളെ പോലും ഓർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. और परमेश्वर के दासों को जो अपने सेवकाई में वे लोग आते हैं तो उन्हें मदद करने वाले, उन्हें सहायता का हाथ पहुंचाने वाले प्रिय लोगों, ये बात को आप कभी भूलना नहीं कि जो लोग इस प्रकार से प्रभु के लोगों की सहायता करते हैं, उनकी पीढ़ियों को, उनके बच्चों को कभी भूलने वाला परमेश्वर नहीं है वो। ആ തിരുവചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചു, ദിവ്യാത്മാവിന്റെ നിറവിനാൽ അതെ നിറയ്ക്കുവാനിടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. കാരണം പിതാവ് മോശയുടെ കരമൊന്ന് താങ്ങിപ്പിടിച്ചപ്പോൾ തലമുറയെ സ്വർഗത്തിലെ ദൈവം കണ്ടു. ദിവ്യാത്മാവിനാൽ അതേ നിറയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ അതേ നമ്മുടെ തലമുറകളെ ഓർക്കുന്ന ഒരു സർവശക്തനായ ദൈവം, അവരെ കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയും.
और प्रभु का वचन में इस प्रकार से हम देखते हैं कि जिस प्रकार परमेश्वर ने बेसलेल को परमेश्वर की दिव्य आत्मा से, बुद्धि से जैसे भर दिया है, उसी प्रकार से प्रभु का वचन हमें बताता है कि परमेश्वर के लिए कार्य किए हुए लोगों को, उनको और उनकी पीढ़ियों को परमेश्वर भूलता नहीं है। अपनी आत्मा और अपनी सामर्थ्य से परमेश्वर उनको भर देता है। തിരുവചനത്തിൽ നമുക്ക് അഹരോനോട് നമുക്കൊന്ന് ചോദിക്കാം. അഹരോനെ, മോശയുടെ അതേ കരം താങ്ങിപ്പിടിച്ച് പർവ്വതത്തിന്റെ മുകളിൽ നിന്നതുകൊണ്ട് അത് എന്താണ് ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ, നന്മകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി തിരുവചനത്തിൽ കാണുവാൻ ഇടയായിത്തീരുന്നത്, അനേക മത്സരികളുടെ നടുവില് അഹരോന്റെ ഒരു തളിർത്ത വടി അതേ പെട്ടകത്തിൽ സർവശക്തനായ ദൈവം അവയെ സൂക്ഷിച്ചു വെക്കുവാൻ ഇടയായി തീർന്നു. അനേകർ ശ്രദ്ധിക്കത്തക്ക നിലയിൽ അതെ മോശയുടെ കരം താങ്ങിപ്പിടിച്ച് പർവ്വതത്തിന്റെ മുകളിൽ നിന്നതുകൊണ്ട് ദൈവത്തിന് വേണ്ടി അത് നിൽക്കുന്ന, തന്റെ ഭക്തന്മാരെ ഓർക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമാണെന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിൽ കാണുന്നു. और प्रभु का वचन में ये बात को देखते हैं कि हारून से जब हम पूछे कि आप इस प्रकार से मूसा के लिए, मूसा के हाथों को उठाए रखने के लिए जो कार्य किया, तो आपको उसके प्रतिफल के रूप में क्या मिला है। तो आप आरोन के जीवन को हम ध्यान देते हैं, तो आरोन के चुने हुए जाने के समय में जब इजरायलियों ने जब उसके विरोध में, मूसा के विरोध में बलवा किया, तो हारून का ही जो लकड़ी जो था वो आमीन अंकुरित होते हैं और उसमें से आमीन टूट निकल कर आती हैं। तो उसी प्रकार से परमेश्वर के प्रिय लोगों, परमेश्वर के लिए जो खड़े रहते हैं, प्रभु के लिए जो कार्य करते हैं, उनके लिए और उनके पीढ़ी के लिए कार्य करने वाला परमेश्वर है, स्वर्ग का परमेश्वर। അപ്പൊ മോശയുടെ കരം താങ്ങിപ്പിടിച്ചുകൊണ്ട് പർവ്വതത്തിന് മുകളിൽ നിന്ന അഹരോനെയും കൂരിനെയും മറക്കാതെ അവരുടെ തലമുറകളെ പോലും ഓർത്ത സർവശക്തനായ ദൈവം, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അതേ നിൽക്കുന്ന തന്റെ മക്കളെ ഓർക്കുന്ന സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നാം സഹിക്കുന്ന സകല കഷ്ടപ്പാടുകളും വേദനകൾക്കുമെല്ലാം നമുക്ക് പ്രതിഫലം തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമാണെന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. तो वचन के अनुसार जब हम वचन पढ़ेंगे तो ये बात को जानते हैं कि जिस प्रकार आरून और हूर ने मूसा की सहायता किया, तो परमेश्वर ने उनको और उनके आमीन पीढ़ियों को भी भूला नहीं। उसी प्रकार आज परमेश्वर के नाम के लिए, प्रभु के कार्यों के लिए कष्ट और दुख उठाने के लिए यदि हम तैयार होते हैं, तो वो परमेश्वर हमारे लिए और हमारे पीढ़ी के लिए अपने प्रबंध को करता है, अपने कार्यों को और योजनाओं को बनाने वाला परमेश्वर है। ये हमें भूलना नहीं है। ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ യോശുവയോട് നമുക്കൊന്ന് ചോദിക്കാം, യോശുവയെ അതേ താഴ്വരയിൽ നിന്ന് അമാലേക്കുമായി യുദ്ധം ചെയ്തില്ലേ? അതേ അമാലേക്കുമായി യുദ്ധം ചെയ്ത് അതേ യോശുവയുടെ ജീവിതത്തിൽ എന്താണ് സ്വർഗത്തിലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, നന്മകൾ എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് യോശുവ അതെ വിളിച്ചു പറയും. യോശുവയുടെ പുസ്തകം അതേ 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത്, മോശയുടെ കാലശേഷം ഇസ്രായേൽ മക്കളെ നടത്തുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് യോശുവയെ ആയിരുന്നു. और यहोशू से पूछे कि यहोशू, तुम जो तराई में युद्ध करने के लिए गए, तो उनके परिणाम स्वरूप प्रतिफल में परमेश्वर ने तुम्हें क्या दिया है पूछे, तो वहां यहोशू की पुस्तक 1 अध्याय उसके पहले वचन में इस प्रकार से कहा जाता है कि परमेश्वर ने मूसा के समय के पश्चात यहोशू को इजरायलियों की नेतृत्व करने के लिए, अगुवाई करने के लिए परमेश्वर ने उसे चुन लिया था। തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്നവരെ ഒക്കെ ഓർത്ത സർവശക്തനായ ദൈവമാണെന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. മോശയുടെ അതേ 2 കരവും ഉയർത്തിപ്പിടിച്ച് മോശ അതേ പർവ്വതത്തിന് മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മനസ്സോടെ അതെ നിന്ന മോശയെ കുറിച്ച് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചു. മോശയെ പോലെ സൗമ്യനായ അതേ സ്വോത്രം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്ന് സർവശക്തനായ ദൈവം പറയത്തക്ക നിലയിൽ അതേ മോശയെ ഉപയോഗിക്കുവാനിടയായിത്തീർന്നു.
और परमेश्वर के नाम के लिए खड़े रहने वाले मूसा को भी यदि हम पूछे कि तुमने इतना सब प्रभु के लिए किया तो परमेश्वर ने तुम्हें क्या प्रतिफल दिया, तो प्रभु का वचन में इस प्रकार से कहा जाता है कि मूसा को परमेश्वर ने अपने आमे नाम को ऊंचा उठाने के लिए और इतने सारे लोगों को नेतृत्व करके इस प्रकार के एक अनंतता के या उस वायदे के स्थान में पहुंचाने के लिए परमेश्वर ने उसको मदद किया। ഇവിടെ തിരുവചനം എടുത്തു പഠിച്ചാൽ നമുക്ക് അവിടെ കാണുവാൻ ഇടയായി തീരുന്നത് മോശയുടെയും ജീവിതത്തിൽ സർവശക്തനായ ദൈവം ചെയ്ത ആ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നു. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അതെ എന്തും ചെയ്യുവാൻ അതെ മോശയ്ക്ക് മനസ്സുണ്ടായിരുന്നു എന്നാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. और प्रभु का वचन में से हम ध्यान से पढ़े तो मूसा के जीवन इस प्रकार का था कि परमेश्वर के लिए और प्रभु के कार्यों को कुछ भी जो प्रभु कहता है वो करने के लिए वे तैयार थे, और उस प्रकार से प्रभु का कार्य उनके जीवन से परमेश्वर निरंतर करते आते थे। മോശയെ സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിക്കുവാൻ കാരണം നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നത് അതേ മോശ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തുവാനിടയായി തീർന്നു. മരുഭൂമിയിൽ ഈ ജനം അതെ വളരെ പിറുപിറുത്തതായ സമയത്തും വളരെ വേദനയിലായിരുന്ന സമയങ്ങളിലെല്ലാം അവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നദ്ധിയിൽ നെടുമ്പാട് വീണ് കരയുവാൻ അതേ മോശ സമയം വേർതിരിച്ചു എന്നാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. प्रभु का वचन में हम जब पढ़ते हैं तो ये बात को हम समझ पाते हैं कि मूसा जो था परमेश्वर के लोगों को बड़े आशीषित रूप से उस मरुभूमि में अगुवाई करने के लिए परमेश्वर ने उसको बुद्धि और सामर्थ को दिया। किस प्रकार से वे लोग मूसा के विरोध में बलवा करते थे, आमीन, कुड़कुड़ाते थे, परंतु फिर भी परमेश्वर ने किस प्रकार से अद्भुत रीति से उनको उस मरुभूमि में चलाने के लिए प्रभु ने मूसा को उपयोग में ले आया। ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നത് മിസ്രയീമിലായിരുന്ന ജോസഫ് അതെ വാർദ്ധക്യത്തിലായപ്പോൾ ജോസഫ് അതെ തന്റെ സഹോദരങ്ങളെ ഒരിക്കൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സർവശക്തനായ ദൈവം നിങ്ങളെ സന്ദർശിക്കും, സ്വർഗത്തിലെ ദൈവം വാക്കു പറഞ്ഞ കനാൻ നാട് അതെ നിങ്ങൾക്ക് തരും. परमेश्वर ने जब उत्पत्ति की पुस्तक उसके 50वें अध्याय उसके 25वें आयत को जब हम पढ़ते हैं तो यूसुफ अपने सारे लोगों को बुलाकर इस प्रकार से उनसे कहते हैं कि परमेश्वर निश्चय तुम्हारी सुधि लेगा। उनको इस विषय में शपथ खिलाई कि आमीन, प्रभु तुम्हें जो वायदा दिया है उस स्थान में ले जाने के लिए परमेश्वर तुम्हारी मदद करेंगे। ജോസഫ് സഹോദരങ്ങളെ ഒരിക്കൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ ദൈവം സന്ദർശിക്കും, പക്ഷെ ഞാൻ മരിച്ച് ഞാനിവിടെ അടക്കപ്പെടും. പക്ഷേ ഞാനിവിടെ അടക്കപ്പെട്ടാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ആ വാഗ്ദത്തം ചെയ്ത കനാൻ നാട് നിങ്ങൾക്ക് തരുമ്പോൾ എന്റെ അസ്ഥി ഇവിടെ ഇട്ടേക്കരുത്, എന്റെ അസ്ഥി കൂടെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. और निश्चय आमीन, यूसुफ अपने भाइयों से इस प्रकार से कहते हैं कि जब परमेश्वर तुम्हें तुम्हारी सुधि लेगा और परमेश्वर तुम्हें जब कनान में निश्चय ले जाएगा, तुम्हें एक बात को याद रखना है कि तुम मेरी हड्डियों को यहाँ पर रहने नहीं देना, मेरी हड्डियों को भी अपने साथ उस देश में ले जाने के लिए तुम्हें प्रयत्न करना है। എന്നാൽ ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതായ സമയത്ത് മറ്റെല്ലാവരും അത് മറന്നു പോകുവാനിടയായി തീർന്നു. എന്നാൽ മോശെ അത് മറന്നില്ല. നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നത് മോശ അതെ ജോസഫിന്റെ അസ്ഥിയും എടുത്തുകൊണ്ട് ഈ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പോൾ അതെ മോശ മുൻകൂട്ടി യാത്ര ചെയ്യുന്നതായി നമുക്ക് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. प्रभु का वचन में जब हम पढ़ते हैं तो ये बात बड़े स्पष्ट रीति से बताया जाता है कि सारे लोग जब ये बात को
अंत में भूल गए, मूसा ने इस बात को जो यूसुफ ने कहा था याद रखता है। और जब वे लोग वहां से उस वायदे के स्थान के लिए प्रस्थान करते हैं तो उस समय मूसा यूसुफ की हड्डियों को लेकर वहां जाने के लिए वो तैयार होते हैं और उसी प्रकार से अपने काम को करते हैं। നമുക്ക് ആ ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത് മറ്റെല്ലാവരും അത് മറന്നുപോയി. പക്ഷേ മോശ ആ കാര്യം വളരെ ശ്രദ്ധയോടെ ഓർത്തിരുന്നിട്ട് അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യം വരെയും ചെയ്യുവാൻ മോശ തയ്യാറായി. യോസഫിന്റെ അസ്ഥിയും ചുമന്നുകൊണ്ട് മോശ മുൻപോട്ട് വരുമ്പോൾ സർവശക്തനായ ദൈവം അത് വളരെ വ്യക്തമായി കണ്ടു. प्रभु का वचन में हम ये बात को पढ़ते हैं कि मूसा अपने जीवन में ये बात को हमें मूसा अपने जीवन में बात को समझ पाते हैं कि किस प्रकार से परमेश्वर के कार्यों को वो अपने जीवन में किया। जैसे यूसुफ के द्वारा कहा हुआ जो बातें हैं कि उसकी हड्डियों को भी आमीन ले जाने के लिए मूसा तैयार होता है। और इस सुदर्शन പുറപ്പാട് जी പുസ്തകം आपके 13-ാം അധ്യായം അതിന്റെ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ ആ ഭാഗമൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു. മോശ ഈ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തുവാൻ വേണ്ടി ഏത് കാര്യം ചെയ്യുവാനും മോശ സന്തോഷത്തോടുകൂടെ തയ്യാറാകുവാൻ ഇടയായി തീർന്നത് കൊണ്ട് സർവശക്തനായ ദൈവം വളരെ വ്യക്തമായി അത് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. और बड़े स्पष्ट रीति से परमेश्वर इस बात को मूसा के जीवन में करता है कि कैसे उसने कहा हुआ कार्यों को जब अपने जीवन में पूरा किया तो उसके द्वारा परमेश्वर ने अपने आमीन कार्य जो मूसा के ऊपर रखा हुआ था वो भी अपने जीवन से वो पूरा करता है। ഇവിടെ ഈ ദൈവത്തിന്റെ വചനം നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ നമുക്ക് അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനിടയായിത്തീരുന്നത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ട് സ്തോത്രം നാം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും സർവശക്തനായ ദൈവം നമുക്ക് പ്രതിഫലം തരുന്ന സ്വർഗത്തിലെ ദൈവമാണെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. तो प्रभु का वचन में ये बात को हम पढ़ पाते हैं कि परमेश्वर के नाम के लिए हम जो भी कार्यों को करते हैं परमेश्वर हमारे हर एक कार्यों का प्रतिफल देने वाला प्रभु है। ഇപ്രകാരം ഈ പ്രാർത്ഥനയിൽ വിവിധയിടങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. सुदर्शन जी आप या तो शांत रहिए, आंटी जो भी होस्ट है कृपया उनको या तो निकाल दीजिए, बहुत इरिटेट कर रहा है। तो प्रभु का वचन में ये बात को हम देखते हैं, प्रभु के वचन में ये बात को हम देखते हैं कि परमेश्वर के लोग जो हैं, प्रभु के लोग जो परमेश्वर के नाम के लिए जो कार्यों को करते हैं उनको आमीन परमेश्वर सूदी लेता है और परमेश्वर उनके जीवन में अपना कार्यों को प्रकट करता है। പ്രകാരം ഈ സൂം മീറ്റിംഗിൽ ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. കാരണം കൂട്ടായ്മ എന്ന വാക്കിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് കൊയിനോണിയ എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ആഴമായ അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. तो परमेश्वर के लोग जब इकट्ठे होते हैं और इस प्रकार से प्रार्थना करते हैं तो परमेश्वर के वचन में ऐसे इकट्ठे होने के लिए कोइनोनिया नाम का उस यूनानी शब्द को उपयोग करते हैं और इस शब्द में एक गहरी अर्थ छिपा हुआ है। ആഴമായ അർത്ഥമെന്ന് പറയുന്നത് പങ്കാളിത്തം വഹിക്കുക എന്ന് അർത്ഥമുണ്ട്. അത് മാത്രമല്ല ഒരു വ്യക്തി നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വരികയാണ്, വലിയ ഭാരത്തോടുകൂടെ 100 കിലോയുള്ള ഒരു വലിയ ഭാരവും ചുമന്നുകൊണ്ട് ഒരു വ്യക്തി നമ്മുടെ പ്രാർത്ഥനയിൽ മുട്ടുമടക്കിയാൽ ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടെ ചേർന്ന് അത് പങ്കിട്ടെടുക്കുകയാണ്, അത് പങ്കുവെച്ചെടുക്കുകയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ കൂട്ടായ്മ കഴിഞ്ഞ് നാം എഴുന്നേൽക്കുമ്പോൾ ആ വലിയ ഭാരം എല്ലാവരും ചേർന്ന് പങ്കുവെച്ചെടുത്തവരായിട്ട് നമ്മൾ വലിയ ആശ്വാസം പ്രാപിച്ച് നമ്മൾ കടന്നു പോകും.
तो इस शब्द का अर्थ इस प्रकार का कहा जाता है या समझे जाते हैं कि एक व्यक्ति मान लीजिए कि हमारे बीच में प्रार्थना में आ रहा है और एक बड़ी भोज को वो जब लेकर आ रहे हैं, तो हम जब मिलकर जब हम संगति निभाते हैं, हम एक साथ रहते हैं, तो एक साथ जब प्रार्थना करने के अनुभव में उस व्यक्ति का बोझ को हम मिल बांट कर लेते हैं और उसके जीवन से उस बोझ को हम हल्का कर देते हैं। കൂട്ടായ്മയിൽ ഒരു ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത് കൂട്ടായ്മയിൽ കടന്നു വരുന്ന അതെ വ്യക്തി ജീവിതങ്ങളെല്ലാം അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. കൂട്ടായ്മയുടെ ആവശ്യം ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത്, വീഴ്ച വരുമ്പോൾ അതെ ക്ഷമിക്കപ്പെടുന്ന ആ ഒരു അനുഭവത്തിലേക്ക് അതെ കടന്നു വരുവാനിടയായിത്തീരണം. और आमीन। जब हम संगति निभाते हैं तो संगति के एक अर्थ इस प्रकार से हम समझे जाना चाहिए कि जब हम संगति कर रहे हैं तो एक व्यक्ति के जीवन में मान लीजिए कि किसी भी प्रकार की कमी या घटी उसके जीवन में आ जाती है, तो उस व्यक्ति को क्षमा करते हुए, उसी के सारे कमियों को अपनाते हुए उसको साथ लेकर चलने का एक कोशिश हमारे जीवन में होना जरूरी है। പ്രതിസന്ധിയിലാകുമ്പോൾ അതെ സഹായിക്കപ്പെടുന്ന ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് നമുക്ക് പഠിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുവാനിടയായിത്തീരുന്നു. हम जब वचन सीखते हैं तो ये बात को हम आमीन मान जाते हैं या समझ पाते हैं कि एक व्यक्ति जब मुश्किल में आ जाते हैं, एक व्यक्ति जब समस्याओं में आ जाते हैं, जब उसको हम सहायता करते हैं, वो एक संगति का भाग समझा जाता है। നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി വേദനയോടെയാണ് കടന്നു വരുന്നതെങ്കിൽ അതെ ആ വ്യക്തി ആ പ്രാർത്ഥന കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ സൗഖ്യമാക്കപ്പെടുന്ന ഒരു അനുഭവം, ആ മുറിവ് കെട്ടി ആശ്വാസം പ്രാപിച്ച് കടന്നു പോകുന്ന ആ ഒരു അനുഭവമാണ് അതെ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനിടയായി തീരുന്നത് എന്ന് നമുക്ക് പഠിക്കുമ്പോഴവിടെ മനസ്സിലാക്കുവാൻ കഴിയും. तो एक व्यक्ति जब बड़े वेदना, बड़े दुख और दर्द के साथ जब प्रभु की उपस्थिति में या एक संगति में जब आते हैं, वो संगति में आने के पश्चात अपने जीवन में आमीन जिस प्रकार से वो शांति का अनुभव करके जाता है, ये आमीन अनुभव एक संगति के अंदर से होना जरूरी है। തെറ്റുപറ്റിയ ഒരു വ്യക്തി അതെ നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന് അവരാശ്വാസത്തിന് വേണ്ടി അവർ കടന്നു വരുമ്പോൾ അവരെ നേരെയാക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ഈ കൂട്ടായ്മയിൽ നിന്നും അവർക്ക് ലഭിക്കുന്നത്. കാരണം നേരെയുള്ള പാതയിലൂടെ അവർ സ്റ്റെപ്പുകൾ വയ്ക്കുവാനിടയായിത്തീരും. അതാണ് അതെ നമ്മുടെ കൂട്ടായ്മയിൽ അവർക്ക് ലഭിക്കുന്ന വലിയ വിടുതലും അനുഗ്രഹവുമെന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. तो एक व्यक्ति मान लीजिए कि किसी भी प्रकार का गलती किया हो, तो वो प्रभु की उपस्थिति में संगति में जब हम आते हैं तो अपने जीवन में इस गलती के एक सुधार करने का अवसर और एक शांति पाए हुए अवसर को वो अपने जीवन में इस प्रकार की संगति से अनुभव कर सकता है। കെട്ടപ്പെട്ടതായ ഒരു വ്യക്തി അതേ നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ അതെ ആ പ്രാർത്ഥന കഴിഞ്ഞവർ കടന്നു പോകുമ്പോൾ അവർ സ്വതന്ത്രരായി കടന്നു പോകുവാനിടയായിത്തീരും. അതാണ് കൊയിനോണിയ എന്ന വാക്കിന്റെ അതെ കൂട്ടായ്മയുടെ ആഴമായ അർത്ഥമെന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അവർ സ്വതന്ത്രരാക്കപ്പെടും. അവര് കടന്നു പോകുമ്പോൾ വളരെ സ്വതന്ത്രരായി അവര് ആശ്വാസം പ്രാപിച്ചവരായി കടന്നു പോകുവാനിടയായിത്തീരും. कोइनोनिया या संगति का अर्थ जो गहरा अर्थ है उसमें से ये एक है कि एक व्यक्ति मान लीजिए कि बंधी हुई अवस्था में वे प्रभु की उपस्थिति में आते हैं, तो ऐसे अवस्था में आया हुआ व्यक्ति जब संगति का अनुभव करते हैं तो वो अपने जीवन में एक आजादी को पाकर, एक आमीन स्वतंत्रता को पाकर वे अपने जीवन में लौट कर जाते हैं। यही उसकी गहरी अर्थ है। നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്ന ചില വ്യക്തികൾ ഒരുപക്ഷെ അവർക്ക് അതേ ദൈവത്തിന്റെ വചനമൊന്നും അറിയില്ല. അവർക്ക് അതേ മാർഗം അതേ തെറ്റുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭാരപ്പെട്ടായിരിക്കാം ആ കൂട്ടായ്മയിൽ കടന്നു സംബന്ധിക്കുന്നത്. എന്നാൽ നമുക്ക് പഠിക്കുമ്പോഴവിടെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത് അവർക്ക് വഴി കാട്ടപ്പെടുന്ന ഒരു അനുഭവം അവർക്ക് കൂട്ടായ്മയിലൂടെ ലഭിക്കുവാൻ ഇടയായിത്തീരും. അവരുടെ മുൻപിൽ സർവശക്തനായ ദൈവം അനുഗ്രഹത്തിന്റെ ഒരു വഴി അതെ കാണിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്നത്.
और संगति से एक गलत करने वाला व्यक्ति को एक सही मार्गदर्शन को दिलाने वाला अनुभव और उसके गलत रास्ते से उसे लौटा कर ले आकर सही मार्ग में उसके ले जाने वाला एक अनुभव, आमीन, संगति में से वे अपने जीवन में प्राप्त कर सकते हैं। നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി അതെ ഭയത്തോടെ അതെ കടന്നു വന്നാൽ, അവർ ഭാരത്തോടെ അവർ കടന്നു വന്നാല്, ഭയപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടു കൂടെ കടന്നു വരുന്ന ആ വ്യക്തി, ആ കൂട്ടായ്മയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് അവർ സംരക്ഷണം അനുഭവിച്ചവരായി, അതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു കരം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്ന് വളരെ വ്യക്തമായി അവർ മനസ്സിലാക്കി അവർ കടന്നു പോകുവാൻ ഇടയായി തീരണം. അങ്ങനെയെങ്കിൽ ഭയപ്പെടുമ്പോൾ അവയെ സംരക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് കൂട്ടായ്മയിൽ ലഭിക്കുന്നത്. और संगति में आया हुआ व्यक्ति चाहे भय के साथ आ रहा हो या बड़े दुख के साथ, दर्द के साथ आता हो, वो प्रभु की उपस्थिति में वो संगति को अनुभव करने के पश्चात वे अपने जीवन में बड़ी शांति को अनुभव कर सकते हैं और बड़े एक आमीन आजादी को अनुभव करके हुए जाने वाला अवसर होना है। നമ്മുടെ കൂട്ടായ്മയിലേക്ക് പുതുതായി അതേ വ്യക്തി ജീവിതങ്ങൾ കടന്നു വരുമ്പോൾ മാർഗം തെറ്റി എങ്ങനെ പോകണമെന്നറിയാതെ അവർ ഭാരപ്പെടുമ്പോൾ അവരുടെ മുൻപിൽ അതേ സ്തോത്രം ഒരു വഴി കാട്ടിക്കൊടുക്കുന്ന സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് ദൈവജനത്തിന്റെ ആ ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള കൂട്ടായ്മയില് അവർക്കൊരു വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടയായി തീരുമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ ഇടയായി തീരുന്നു. तो प्रभु के वचन में ये बात को हम पढ़ पाते हैं कि जब एक व्यक्ति संगति करते हैं तो संगति में मान लीजिए कि कोई हमारे बीच में भटकी हुई अवस्था में आया हो, तो वो भटके हुए अवस्था में आने वाला व्यक्ति को सही दिशा और सही मार्ग को बताकर उसे सही रास्ते में ले जाने वाला अनुभव हमें एक संगति में से होना बहुत जरूरी है। യേശുവിന്റെ അരികിലേക്ക് ചില വ്യക്തി ജീവിതങ്ങൾ കടന്നു വരുമ്പോൾ, അതേ നമ്മുടെ പ്രാർത്ഥനയ്ക്കായി അതേ കടന്നു വരുമ്പോൾ, ഈ കൂട്ടായ്മയിലേക്ക് ചില പ്രിയപ്പെട്ടവർ കടന്നു വരുമ്പോൾ അവരുടെ ഭവനങ്ങളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, അതേ ചാർച്ചക്കാരിൽ നിന്നും ഒക്കെ അവർ നിരസിക്കപ്പെടുമ്പോൾ നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നത് നമ്മുടെ കൂട്ടായ്മയില് അവരെ സ്വീകരിക്കപ്പെടുന്ന ഒരു അനുഭവം അവർക്ക് അതേ ലഭിക്കുമ്പോൾ അവിടെയാണ് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ആ കൂട്ടായ്മ ലഭിക്കുന്ന വലിയ അനുഗ്രഹവും നന്മയും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. और एक व्यक्ति मान लीजिए हमारी संगति में आता है और उनके परिवार के द्वारा वे तिरस्कृत किए गए हैं, यीशु मसीह में विश्वास करने के खातिर वे अकेलापन के अनुभव को अनुभव करते हैं, तो हमारी संगति में आने के पश्चात, हमारी प्रार्थनाओं में आने के पश्चात वे अपने जीवन में वो अपनापन को अनुभव करना है। उनकी ऐसी एक जीवन में से उन्हें शांति और छुटकारे का अनुभव करते हुए जाने के समय ही हमारी आराधना और हमारी संगति का सही अर्थ वहां पर व्यक्त होता है। യേശുവിനെ കണ്ടുമുട്ടിയത് മുഖാന്തരം അനേക പ്രിയപ്പെട്ടവരാൽ വെറുക്കപ്പെട്ടവരായി, ഭവനത്തിൽ നിന്ന് തള്ളപ്പെട്ടവരായി, ആരും സഹായിക്കുവാനില്ലാതെ വേദന അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി നമ്മുടെ അരികിലേക്ക് അതേ കൂട്ടായ്മയിൽ കടന്നു വരുന്ന ആ വ്യക്തി ജീവിതങ്ങൾക്ക് അവിടെ വെറുക്കപ്പെടുമ്പോൾ അതേ സ്നേഹിക്കപ്പെടുന്ന ഒരു അനുഭവം അതേ നമ്മുടെ കൂട്ടായ്മയിൽ അത് ലഭിക്കുവാനിടയായിത്തീരുന്നു. അതിലൂടെ അവർ യേശുവിനെ കണ്ടുമുട്ടുവാനും ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് വളരെ വ്യക്തമായി അവർ രുചിച്ചറിയുവാൻ ഇടയായി തീരുമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. प्रभु का वचन इस प्रकार से संगति का अर्थ हमें बता कर देता है कि एक व्यक्ति जो तिरस्कृत अनुभव से आते हैं और हमारे बीच में जब वे संगति करने के लिए, प्रार्थना करने के लिए बैठते हैं, तो वो हमारे जीवन से, वो अपने जीवन में वो प्रेम अनुभव करना है, वो अपनापन को अनुभव करना है और उसी के द्वारा वो मसीह का प्रेम क्या है वो अपने जीवन में वे जान पाएंगे। നമ്മുടെ ഈ കൂട്ടായ്മയിൽ അതെ കടന്നു വരുന്ന അനേക പ്രിയപ്പെട്ടവര് വാസ്തവമായി യേശുവിനെ കണ്ടുമുട്ടുവാനും ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനും അനേക പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ പുതുതായി അതെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും അതെ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. കൊയിനോണിയ എന്ന ആ വാക്കിന് ആഴമായ അർത്ഥങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും.
तो प्रभु हमारे जीवन से भी यही चाहता है कि हमारे संगति में जो भी लोग आते हैं वे उस आमीन संगति का उस गहरे आमीन अर्थ को वो अपने जीवन में अनुभव कर पाए, महसूस कर पाए, और हमारे जीवन से वो संगति क्या है हम दूसरों को बता कर दे। നമ്മൾ വായിച്ച തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്, നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത് രൂഫോസ് യേശുവിന്റെ ക്രൂശ് അധികാരികളുടെ നിർബന്ധപ്രകാരം അല്പസമയം ചുമന്നു. പക്ഷേ അതുകൊണ്ട് തലമുറകൾ കർത്താവിൽ പ്രസിദ്ധന്മാരായി മാറി. हमने पढ़ा हुआ वचन इस प्रकार से था कि यीशु मसीह के द्वारा चुना हुआ रूफुस आमीन किस प्रकार से उसके पिता ने यीशु मसीह के क्रूस को जबरदस्ती भी क्यों ना हो उठा लेने के कारण अपने उसी के आमीन पीढ़ी उसी के परिवार परमेश्वर में आशीषित हुए, प्रभु में प्रसिद्ध और चुना हुआ पाया गया। ये हमने वचन में आज देखा है। പർവ്വതത്തിന്റെ മുകളിൽ രണ്ട് കരവും ഉയർത്തിപ്പിടിച്ച് അതെ നിന്നതായ മോശയെ സ്വർഗത്തിലെ ദൈവം മറക്കാതെ സർവശക്തനായ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് അവിടുന്ന് അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. और पर्वत के ऊपर मूसा को हाथ उठाए रखने के लिए आमीन सहायता की और परमेश्वर उन्हें भूला नहीं, उनके जीवन में प्रभु ने अपनी आशीषों को प्रदान किया। അഹരോനെയും കൂരിനെയും മറന്നു പോകാതെ അവരുടെ തലമുറകളെ വരെയും ഓർത്ത് സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി അതെ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നത് പോലെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന തന്റെ മക്കളെയും ഓർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. हारून और हूर को भी प्रभु जिस प्रकार से याद करता है और उनको और उनके पीढ़ी को जैसे परमेश्वर अपने कार्यों के लिए आशीषित करके उपयोग में लेकर आता है, उसी प्रकार से हमें और हमारी पीढ़ी को याद करने वाला एक परमेश्वर स्वर्ग में है। ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അവസാനമായി ചിന്തിച്ചതുപോലെ യോശുവയെ സ്വർഗത്തിലെ ദൈവം മറന്നില്ല. മോശയുടെ കാലശേഷം അതെ മോശയുടെ ആ കാലശേഷം ഇസ്രായേൽ മക്കളെ മുഴുവനും നടത്തുവാൻ വേണ്ടി സർവശക്തനായ ദൈവം തിരഞ്ഞെടുത്തത് മോശെ അതെ യോശുവയെ ആയിരുന്നു എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്നതായ ഒരു ചെറു വിരൽ അനക്കിയിട്ടുള്ള ഒരൊറ്റ വ്യക്തിയെ പോലും മറന്നു പോകാതെ സർവശക്തനായ ദൈവം അവരെ ഓർക്കുകയും അവരെ ആദരിക്കുകയും അവരുടെ തലമുറകളെ മാനിക്കുകയും ചെയ്ത ആ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. और जिस प्रकार से हमने अंत में परमेश्वर के वचन में से देखा है कि यहोशू को किस प्रकार प्रभु याद करता है, यहोशू के जीवन से कैसे परमेश्वर आमीन मूसा के पश्चात इजरायलियों की अगुवाई नेतृत्व करने के लिए प्रभु उसे उपयोग करता है, उसी प्रकार परमेश्वर के लोगों यदि हम प्रभु के लिए एक छोटी सी छोटी बात भी यदि क्यों ना करें, उसी को कभी ना भूलने वाला, उसी को याद रखकर उसी के सूधी रखने वाला एक परमेश्वर है, ये बातों को हमें भूलना नहीं है। പ്രൈസ് ദി ലോർഡ്. ഈ ഇത്രത്തോളം സമയം ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചിന്തിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ. നമ്മെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ദൂതിന് മുൻപാകെ ഈ ആലോചനയ്ക്ക് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ അവിടുന്ന് പ്രാർത്ഥിക്കാം. എന്നെ ഈ മീറ്റിംഗിൽ ദൈവം സൂക്ഷിക്കുവാൻ വേണ്ടി അവയെ ക്ഷണിച്ച കർത്താവിന്റെ അഭിഷക്തൻ അതെ എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും ഒരിക്കൽ കൂടെ ഞാൻ സ്നേഹവന്ദനത്തെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. इतना समय तक प्रभु का वचनों को सुनने के लिए प्रभु ने हमें अवसर दिया और मुझे इस मीटिंग में निमंत्रित किया हुआ परमेश्वर के दासों को और सभी प्रिय लोगों को यीशु मसीह के नाम से एक और बार अपना स्नेह सलाम को देता हूं। प्रभु आप सभी को बहुत आयत से आशीष करे।